നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സംശയം തീർക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വേഗത കൃത്യമായിട്ട് നമ്മൾ ഓഡോമീറ്ററിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ അതിലും വേഗത കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ NH പോവുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് NH പോകുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ്, വലിയൊരു ബോർഡുണ്ട്, നമ്മൾ പോകുന്ന വേഗത കാണിക്കുന്ന ഒരു ബോർഡുണ്ട്. അപ്പോൾ ഞാനിത് മൂന്നും ചെക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 5 EVയിൽ വേഗത കാണിക്കുന്നതിൽ ഏതാണ് ശരിയെന്ന് മനസ്സിലാവുന്നില്ല. ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് എല്ലിലും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് വണ്ടിയുടെ ഓഡോമീറ്ററിൽ 60 ആണെങ്കിൽ അത് ഗൂഗിൾ മാപ്പിൽ ആ സമയത്ത് 56 ആയിക്കാരം, അല്ലെങ്കിൽ 55 ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ മറ്റേ NH ബോർഡിൽ കാണുന്ന ഇതും ഏകദേശം 55-56 ആയിരിക്കും. ഗൂഗിൾ മാപ്പും നമ്മൾ NH ബോർഡും ഏകദേശം കറക്റ്റാണ്, 1 കിലോമീറ്റർ മാറ്റേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പഞ്ചിൻ്റെ ഓഡോമീറ്ററിൽ കാണിക്കുന്നത് വ്യത്യാസം. പഞ്ചിൻ്റെ മീറ്ററിൽ കാണിക്കുന്നത് എന്താണ്, കൃത്യമായിട്ട് വേഗത കാണിക്കുന്നത് ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ വേഗത കൂടുതലായിരിക്കും, ഒരു 5 അക്കം കൂടുതലായിരിക്കും. അപ്പം എൻ്റെ സംശയം ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. വണ്ടി പോകുന്ന സ്പീഡ് വണ്ടിയിൽ കാണിക്കുന്ന സ്പീഡാണോ കറക്റ്റ്, അതോ വണ്ടിയിലെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സ്പീഡാണോ കറക്റ്റ്, അതോ റോഡിൽ കാണിക്കുന്ന നമ്മളെ NH ക്യാമറയിൽ കാണിക്കുന്ന സ്പീഡാണോ കറക്റ്റ് എന്നുള്ളതാണ്. അതൊന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇതിലേതാണ് ആർക്കെങ്കിലും അനുഭവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. നമ്മൾ 120 പോയി അല്ലെങ്കിൽ 100 പോയി 110 പോയി എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥ സ്പീഡ് അത്ര ഇല്ല. 110 പോകുമ്പോൾ 100 ഉള്ളൂ, അല്ലെങ്കിൽ 120 പോകുമ്പോൾ 110 ഉള്ളൂ എന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല. നമുക്ക് കറക്റ്റ് വേഗത മതി. നമുക്ക് കൂടുതൽ വേണമെന്നും കുറവ് വേണമെന്നും പറയുന്നില്ല. നമുക്ക് കറക്റ്റ് വേഗത, ആക്ച്വൽ വേഗത നമുക്ക് കിട്ടണം. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതിലേതാണ് ശരി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.